ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ റമദാൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാർഡ്ബോർഡ് ബോക്സ് കൊണ്ടൊരു കഅബയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ആദ്യം വേണ്ടത് ഏകദേശം നമ്മളെ കഅബൻ്റെ ഷേപ്പ് വരുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. ഇനി കാർഡ്ബോർഡ് ബോക്സ് ഇല്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് കൊണ്ട് ഇതുപോലെ ബോക്സ് ഉണ്ടാക്കിയാലും മതി. ഞാനിപ്പോൾ മാസ്കിംഗ് ടാപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് ബോക്സ് ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. നല്ല ബോക്സ് ആണെങ്കിൽ ഈ മാസ്കിംഗ് ടാപ്പ് ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത് ചില ഭാഗത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഓപ്പൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ചത്. അതിനുശേഷം നമുക്ക് ബോക്സ് ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് കളർ കൊണ്ട് ഒന്ന് കളർ ചെയ്തിട്ട് എടുക്കണം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. റമദാനിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹോം ഡെക്കോർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കളർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മുകളിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് A4 ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഗോൾഡൻ കളർ ഗിൽറ്റ് പേപ്പറാണ്. ഇനി ഇത് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഗോൾഡൻ കളർ ഫോം ഷീറ്റ് എടുത്താലും മതി. ഇനി അതിൽ നിന്ന് നമുക്ക് 1.5 വീതിയുള്ള നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ആ പീസ് കാർഡ്ബോർഡ് ബോക്സിന്റെ മുകളിൽ നിന്ന് 1.5 ഇഞ്ച് താഴോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത് പോലെ ഇതുപോലെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതൊരു 1.5 ഇഞ്ച് നീളം ഉണ്ടാവും. നിങ്ങൾ എടുക്കുന്ന ബോക്സിന്റെ വീതിക്കനുസരിച്ച് നിങ്ങൾക്ക് നീളം കൂട്ടിയും കുറച്ചും എടുക്കാം. അങ്ങനത്തെ 2 പീസ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ബോക്സിന്റെ ഈ 2 കോർണറിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് 1/2 ഇഞ്ച് നീളത്തിലൊരു പീസും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് നമ്മൾ ഡയമണ്ടിന്റെ ഷേപ്പിലാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്ന പോലെ ഒന്ന് തല തിരിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് ഒന്ന് കിട്ടും. ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ബോക്സ് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 5 ഇഞ്ച് നീളത്തിലും 3 ഇഞ്ച് വീതിയിലുമുള്ളൊരു ചെറിയ ഗോൾഡൻ കളർ പീസാണ്. അത് നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഞാനിപ്പോൾ കൊടുത്ത പോലെ ഈ പീസ് നിങ്ങളുടെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ നീളത്തിനും വീതിക്കും അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി നമുക്ക് അത് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇനി അതുപോലെ നമ്മൾ ഇതിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒരു ചെറിയൊരു പീസും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് കളറ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുക. അതിൽ ഞാനിപ്പോൾ വരച്ച് കൊടുക്കുന്ന പോലെ ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഏകദേശം ഒരു ഓവൽ ഷേപ്പിലൊന്ന് നമുക്ക് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കണം. അപ്പോൾ ഒരു സെൻറ്ററിലൊന്ന് ഓപ്പണായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ഗോൾഡൻ കളർ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ഗോൾഡൻ കളറിൻ്റെ പീസ് ഒന്ന് ഇതേ ഷേപ്പിലൊന്ന് കുറച്ച് ഭാഗം വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കണം ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് നമ്മൾ ഉണ്ടാക്കിയ കഅബൻ്റെ താഴെ കോർണറിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇതും കൂടി ചെയ്താൽ നമ്മളെ കഅബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കഅബ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.